സിദ്ദിഖ് MLA ചേരുന്നു ടെലിഫോൺ ലൈനിൽ. ശ്രീ സിദ്ദിഖ്, താങ്കൾ പോളിന്റെ മരണവാർത്ത അറിഞ്ഞിരിക്കുമല്ലോ. വീണ്ടും വേദനിപ്പിക്കുന്ന ഒരു മരണം കൂടി കാട്ടാന ആക്രമണത്തിൽ ഉണ്ടാകുന്നു. ഏറെ ദുഃഖകരവും ഭയാനകവുമായ ഒരു സാഹചര്യത്തെ ഞങ്ങളിവിടെ വയനാട്ടിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പം വയനാട്ടിലാണ് ഉള്ളത്. ഇത്രയും ഗുരുതരമായിട്ട് ഒരു സാഹചര്യം ഉണ്ടായിട്ട് ഇതുവരെ അതിനെ നിയന്ത്രിക്കാൻ, അതിനെ പ്രതിരോധിക്കാൻ, അതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ, മെച്ചപ്പെട്ട ഏകോപനത്തിന് നേരിട്ട് വന്ന് നേതൃത്വം കൊടുക്കാൻ ഒരാളും ഈ വയനാട്ടിൽ ഇല്ലാത്ത സാഹചര്യമാണ്. ഒരു മന്ത്രി, ഒരു സംവിധാനമോ ഇല്ലാത്ത ഗുരുതരമായ ഒരു സാഹചര്യം പോലെ വയനാട് ജില്ല മാറുകയാണ്. ഞങ്ങളത് എന്താണ് പറയുക എന്നുള്ളത് ഞങ്ങൾക്കാർക്കും അറിയില്ല. ഇത്രയും ഗുരുതര ഓരോ നിമിഷവും വന്യമൃഗാക്രമണം, കടുവ, ആന, കാട്ടുപോത്ത്, കാട്ടുപന്നി, അങ്ങനെ തുടങ്ങി ഓരോ വന്യമൃഗങ്ങൾ മനുഷ്യവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങി മനുഷ്യനെ ആട്ടി പിടിക്കുകയും കുത്തിമലർത്തുകയും ചെയ്യുന്ന ഗുരുതര സാഹചര്യം. ഒരു ചെറിയ സമയത്തിനുള്ളിൽ രണ്ടാമത്തെ മരണം, അതിന് തൊട്ട് മുമ്പ് മൂന്നാമത്തെ മരണം, അതിനു മുമ്പ് നാലാമത്തെ, അഞ്ചാമത്തെ മരണം. എത്ര മരണങ്ങൾ നടന്നു. കണ്ണു തുറക്കാനും നടപടികൾ സ്വീകരിക്കാനും സമയം ഇതുവരെ ഗവൺമെന്റ് ആയിട്ടില്ല. നിങ്ങൾ അറിയോ, പ്രജീഷ് എന്ന് പറയുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരനെ ബത്തേരിയിൽ പുല്ലരിയാൻ പോയപ്പോ കടുവ പിടിച്ചു കൊണ്ടുപോയി പച്ചയായി ഭക്ഷിച്ചു. ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാൻ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി പോലുമില്ല.